ഇപ്പോൾ നമ്മുടെ ക്ലാസ് 9 വരെയുള്ള മക്കളുടെ റിസൾട്ട് വരുന്ന ഡേറ്റ് ആണ് മെയ് 2 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് മെയ് 2 തന്നെയാണ് നിങ്ങളുടെ റിസൾട്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മെയ് 2 മുൻപായിട്ട് തന്നെ നിങ്ങളുടെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള മക്കൾക്ക് 30% കുറവാണ് നിങ്ങളുടെ മാർക്ക് എങ്കിൽ നിങ്ങൾ സ്കൂളിൽ നിന്ന് അതത് സ്കൂളിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഏത് സബ്ജക്റ്റിനാണോ നിങ്ങൾക്ക് അതേപോലത്തെ ഈ ഒരു 30% താഴെയുള്ളത്, അപ്പോൾ ആ സബ്ജക്ട്സിൽ നിങ്ങൾക്ക് റെമഡിയൽ ക്ലാസ്സുകൾ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ 18ാം തീയതി മുതൽ 27ാം തീയതി വരെ നിങ്ങൾക്ക് റെമഡിയൽ ക്ലാസ്സുകൾ ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾക്ക് റീ ടെസ്റ്റ് നടത്തുന്നുണ്ടാവും. അതത് സബ്ജക്ട്സിൻ്റെ 28th മുതൽ 30th വരെയുള്ള ഡേറ്റ്സിലായിരിക്കും നിങ്ങൾക്ക് റെമഡിയൽ ക്ലാസ് നിങ്ങളുടെ എക്സാം നടത്തുന്നത്, റീ ടെസ്റ്റ് നടത്തുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് 30% മുകളിൽ മാർക്കുണ്ടെന്ന് ഉറപ്പിച്ചതിന് ശേഷമായിരിക്കും നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് മെയ് 2 മുൻപായിട്ട് തന്നെ അറിയാൻ വേണ്ടി പറ്റും. കാരണം 18ാം തീയതി മുതൽ 30% താഴെ മാർക്കുള്ള കുട്ടികൾക്ക് ക്ലാസ് കൊടുത്ത് തുടങ്ങണമെന്നുള്ളത്. അപ്പോൾ പല മക്കളെയും ചിലപ്പോൾ സ്കൂളുകളിൽ നിന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടാകും. കാരണം നിങ്ങൾക്ക് റെമഡിയൽ ക്ലാസ്സുകളൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ട്. അങ്ങനെ അഥവാ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് 30% മുകളിൽ മാർക്കുണ്ടെന്നും നിങ്ങൾ പാസ്സായിട്ടുണ്ടെന്നാണ്. ഓക്കെ, ഇനി അതല്ലാത്ത മക്കളാണെങ്കിലും നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. നിങ്ങൾക്ക് ക്ലാസ്സുകളും അതിനെ തുടർന്നുള്ള റീ ടെസ്റ്റിലും നിങ്ങൾക്ക് അതിനേക്കാൾ മുകളിൽ മാർക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ഒരിക്കലും നമ്മൾ എന്ത് എഴുതി വെച്ചാലും കുഴപ്പമൊന്നുമില്ല, റിസൾട്ടൊന്നും പുറത്ത് വരുന്നില്ലല്ലോ, ഞങ്ങൾ അങ്ങോട്ട് പാസ്സാകും, ഞങ്ങൾ അങ്ങോട്ട് കയറ്റി വിടും, ആ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഇനി എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ഇതേപോലെ നിങ്ങൾക്ക് റെമഡിയൽ ക്ലാസ് ഒന്നും ഇല്ലാതെ തന്നെ 30% മുകളിൽ എപ്പോഴും നമ്മൾ ഒരിക്കലും ലോ മാർക്സ് എക്സ്പെക്റ്റ് ചെയ്യരുത്. നമ്മളെപ്പോഴും ഹൈ മാർക്സ് ആയിരിക്കണം എയിം ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ജസ്റ്റ് റെമഡിയൽ ക്ലാസ്സോ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ ഞാൻ എന്തായാലും പാസ്സായിട്ടുണ്ട്, ആ ഒരു കോൺഫിഡൻസ് എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഓരോ ക്ലാസ്സിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് നമുക്കറിയില്ല. ഇപ്പോഴാണെങ്കിൽ 30% ബിലോ ഉള്ള ആൾക്കാർക്കാണ് നമ്മൾ റെമഡിയൽ ക്ലാസ്സും റീ ടെസ്റ്റും ഒക്കെ വെച്ചിട്ടുള്ളത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്താണ് അവസ്ഥ, എന്തൊക്കെയാണ് മാറ്റങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കാതെ വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ഉള്ള ക്ലാസ്സുകളിലൊക്കെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ശക്തി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും, PYQ വീഡിയോ സൊല്യൂഷൻ ഉണ്ടാവും, PDF ക്ലാസ് നോട്ട് ഉണ്ടാവും, വർക്ക് ഷീറ്റ് ഉണ്ടാവും, എക്സാംസ് ഉണ്ടാവും. ഇതൊക്കെ വെച്ച് എൻ്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. മിസ്സും അലക്സറും അലൻ സാറും പിന്നെ നമ്മുടെ ബാക്കിയുള്ള ടീച്ചേഴ്സും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെ പഠിച്ച് വളരെ സ്മൂത്തായിട്ട് കോൺഫിഡൻസോട് കൂടി ടെൻഷനൊന്നും ഇല്ലാതെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എൻ്റെ മക്കൾക്ക് മെസ്സേജ് ചെയ്യാം. നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്.